ഇതിങ്ങനെ അഴിച്ചെടുക്കാം നമുക്ക്. എന്ത് സാധനം നിങ്ങൾക്കറിയോ? സേഫ്റ്റി പിന്നാണ്. ഇത് മിക്സിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഇത് ഫുഡ് പോയിസൺ പോലുള്ള പ്രശ്നങ്ങൾക്ക് വരാൻ ഏറ്റവും വലിയ കാരണമാണ്. ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പോലെ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ അല്ല. നമ്മുടെ വീട്ടിലെ എല്ലാവരും തന്നെ മിക്സി, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് ഇല്ലാത്തവർ ഇന്ന് വളരെ കുറവാണ്. അപ്പോൾ ഇതിലൊക്കെ ഒരു ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ആയുസും കൂട്ടാം, നമ്മുടെ ആയുസും കൂട്ടാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടതിൻ്റെ പുറകെ നമ്മുടെ മിക്സിക്ക് ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. അപ്പോൾ ഇത് നിങ്ങളെയും കൂടെ ഒന്ന് അറിയിക്കാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യേണ്ട, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും കാണുക. കണ്ടിട്ട് ചിലർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും ഇത് നിങ്ങളുടെ വീട്ടിലും കൂടെ ഒന്ന് പരിശോധിച്ചിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ആമസോണിൽ നിന്നൊക്കെ പ്രോഡക്റ്റുകൾ, അതുപോലത്തെ സൈറ്റുകളിൽ നിന്നൊക്കെ പ്രോഡക്റ്റുകൾ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓഫറിൽ സാധനങ്ങൾ വാങ്ങാനുള്ള ഗ്രൂപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻ്റായിട്ട് താഴെ. കമൻറ്റിൻ്റെ അടുത്തുള്ള ഹൈപ്പിനെ കുറിച്ച് മറന്നു പോകാണ്ടിരിക്കുക. യൂട്യൂബിൻ്റെ പുതിയ ഫീച്ചറാണ്. അപ്പോൾ ഇത് താഴെ കാണിക്കുന്ന പോലെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റും. ഹൈപ്പും കൂടെ ചെയ്യുക കേട്ടോ, മറക്കാതെ. ലാഗ് അടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഫ്രിഡ്ജ് തന്നെ തുറന്നു നോക്കാം. ഇതിൽ ചെയ്യാനുള്ളൊരു ചെറിയ പരിപാടി ആദ്യം കാണിച്ചു തരാം. ബാ, ഇത് കണ്ടോ, നമ്മുടെ ഫ്രിഡ്ജിൽ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് എയർ ടൈറ്റ് ആയി നിൽക്കാൻ സഹായിക്കുന്ന വാഷർ. ഇതിൻ്റെ ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഇതുപോലെ അഴുക്കുകളൊക്കെ വന്ന് നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ഇത് എല്ലാ ഫ്രിഡ്ജിലും ഇങ്ങനെ ആകണമെന്നില്ല, പക്ഷേ ഈ ടൈപ്പ് ഫ്രിഡ്ജിലെല്ലാം ഇങ്ങനെ വരും. പിന്നെ മാത്രമല്ല ഇത് പലപ്പോഴായിട്ട് ഇത് ലൂസായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഇത് എയർ ടൈറ്റ് ആയി നിൽക്കാത്തതുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ തണുപ്പെല്ലാം പുറത്തേക്ക് പോകുന്ന വഴി നമുക്ക് കാര്യമായിട്ടുള്ള തണുപ്പ് ഫ്രിഡ്ജിനകത്ത് കിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റുകൾക്ക് ഇത് നമുക്കൊരു 2 മാസം കൂടുമ്പോഴെങ്കിലും ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് ഇപ്പം ഇരിക്കുന്ന ഭാഗം നമുക്ക് താഴേക്കാക്കി ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ കഴിയും. ഇതിങ്ങനെ അഴിച്ചെടുക്കാം നമുക്ക്. ഈ രീതിയിലുണ്ടാവും. ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ നേരെ ഉൾട്ടയായിട്ട് നേരെ തിരിച്ചിട്ട് വെക്കണം ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരുവിധ പ്രശ്നങ്ങളൊക്കെ കഴിയും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇടയ്ക്ക് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചും മറിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും. നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ എങ്ങനെയാണ് കിടന്നത്, മേലെ ഭാഗമായിരുന്നത് അടിയിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ അടിഭാഗമാണ് നമ്മൾ മേലേക്ക് ഇടാൻ പോകുന്നത്. അങ്ങനെ ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ചെയ്യണം കേട്ടോ. ഇത് ശ്രദ്ധിച്ച് ചെയ്യണേ. അതേപോലെ ഈ ഭാഗമൊക്കെ നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ പണ്ടെപ്പോഴോ ചെയ്തിട്ടുണ്ട്. അതിൽ റിപ്പയറിങ്ങും കാര്യങ്ങളും എന്തൊക്കെ മെയിൻ്റനൻസിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഐക്കാർഡിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലേക്ക് പിൻ ചെയ്തേക്കാം, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇത്രയായി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ കഴിഞ്ഞു. നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതിങ്ങനെ പ്രസ് ചെയ്ത് വെക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അടുത്തത് നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ വാഷിംഗ് മെഷീനകത്തേക്കാണ്. ഇതിനുള്ളിലേക്ക് നോക്കിയോ, ഇവിടെ വാഷിംഗ് മെഷീനിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഭാഗം ഇതാണ്. നമുക്കിതിൻ്റെ ക്യാപ്പ്, ഈ ഒരു ക്യാപ്പ് നമുക്കിങ്ങനെ തിക്കിയെടുക്കാം. പലതിൻ്റെയും പല രീതിയിലായിരിക്കും, എന്നാലും ഏറെക്കുറെ എല്ലാം തന്നെ സെയിം ആയിരിക്കും. നോക്കിയോളൂ, ഈ രീതിയിലെടുക്കാം. ഇതൊന്നും നമ്മുടെ അതിൻ്റെ ഉള്ളിലുള്ള പാർട്സ് ഒന്നല്ല, ഇതെല്ലാം അഴുക്കാണിത്. നല്ല അഴുക്കാണ്. ഇതൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെയാണ് അത് അഴിക്കാനുള്ള സ്ക്രൂ ഇനി വരുന്നത്. അപ്പോൾ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അഴിച്ചെടുക്കാം. അഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ഫുള്ള് അഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഫുള്ളായിട്ട് ഇളകിപ്പോയി. ഇനിയാണ് നമുക്ക് കാണാൻ കിടക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കാണാം. ഇതിൽ കാര്യമായിട്ട് ഞാൻ വിചാരിച്ച പോലെ ഒന്നുമില്ല. ഇതൊക്കെ നമുക്കൊരു 6 മാസം കൂടുമ്പോഴൊക്കെ ഒന്ന് വൃത്തിയാക്കാം. എന്നാലും അഴുക്കുണ്ട്. ഇതൊന്ന് വൃത്തിയാക്കിയാൽ ഈ വാഷിംഗ് മെഷീൻ്റെ ആയുസും കൂടും. നമുക്ക് ഇതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഇനി ഡ്രമ്മിൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യാം. അതിന് ജസ്റ്റ് നമുക്ക് ഇത് തന്നെ തുറന്നിട്ടിട്ട് ഒരു കോമഡി നിങ്ങൾക്ക് കാണിച്ചു തരാൻ. ഇത് കണ്ടോ, എന്താ സാധനം നിങ്ങൾക്കറിയാം?
സേഫ്റ്റി പിന്നാണ്. ഇതുപോലെ പല സാധനങ്ങളുണ്ടാവും, അത് വന്ന് കിടന്നിട്ട് ഈ തുരുമ്പ് ഇടിച്ച് പോയതാണ് ഈ ഭാഗം കാണുന്നത്. അപ്പം ഇങ്ങനെ മെഷീനൊക്കെ കംപ്ലൈൻ്റ് ആയി പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ഒരു പിന്ന് കണ്ട പൊട്ടി തുരുമ്പ് ഇടിച്ച് പകുതിയായി പോയി, ഒരു കഷ്ണം കിടക്കുന്നതിൻ്റെ ബാക്കിയൊക്കെ പോയി, ഒടിഞ്ഞു പോയി. ഇതൊക്കെ പിന്നിൻ്റെ ബാക്കിയാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഷിംഗ് മെഷീനും ഐസ് കൂട്ടാം, ക്ലീൻ ചെയ്യാം. പിന്നെ ഇതാ സ്റ്റാപ്ലയറിൻ്റെ പിന്ന്. അപ്പൊ ഈ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് വാഷിംഗ് മെഷീൻ ശ്രദ്ധിച്ചാൽ തന്നെ ഇതിന്റെ ലൈഫ് കൂട്ടാം. ഇതിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതിന് ശേഷം നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ക്യാപ്പൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെയുള്ള വാഷിംഗ് മെഷീനിലൊക്കെ ജസ്റ്റ് നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലൈഫ് കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടാം. നമുക്ക് അവസാനത്തത് വളരെ ഇമ്പോർട്ടൻ്റുമായ അടുത്തതിലേക്ക് നോക്കാം. അടുത്തത് നമ്മൾ നേരെ നമ്മുടെ മിക്സീൻ്റെ ജാറിലേക്ക് വരാം. ജാറിന് എത്രയൊക്കെ നമ്മൾ ഈ അരച്ചിട്ട് ഇതൊക്കെ ക്ലീനാക്കി കഴുകി വെച്ചു എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് കൈയെത്താത്തതുമായ കുറേ ഭാഗങ്ങൾ ഇതിലുണ്ട്. അതിന് ഉദാഹരണമാണ്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ബ്ലേഡിൻ്റെ താഴെയായിട്ട് ഈ ഭാഗത്താണ് ഇതിൻ്റെ വേസ്റ്റ്, അതായത് നമ്മൾ അരച്ചതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ അതിൽ ഇരിക്കും. ഇത് ക്ലിയർ ആക്കിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ അരയ്ക്കുന്നതിൻ്റെ ഒപ്പം അത് വരും. നിങ്ങൾക്ക് കാണാം പായലൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നേക്കുന്നത്, ഒരു കറുത്ത കുത്തൊക്കെ ആയിട്ട് പായൽ വന്നേക്കുന്നത് കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് വേറൊരു ജാറ് അഴിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ അതിൽ കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഈ കാണുന്നതെല്ലാം അഴുക്കാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പം ഇതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ അരച്ച് കഴിഞ്ഞാൽ, മിക്സിയിൽ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇതിൽ അല്പം ചൂടുവെള്ളം അല്ലെങ്കിൽ കുറച്ച് പച്ചവെള്ളം എടുക്കുക. അധികമൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ ബ്ലേഡ് മുങ്ങി കിടക്കാൻ വേണ്ടി വെള്ളം മാത്രം എടുക്കുക. ചൂടുവെള്ളമാണെങ്കിൽ ബെസ്റ്റ്, അല്ലെങ്കിൽ പച്ചവെള്ളം തന്നെ എടുക്കുക. അതിന് ശേഷം നമുക്ക് ഇത് അരച്ചിട്ട് നമ്മുടെ മിക്സിയിൽ ഇതുപോലെ ഒന്നും കൂടി ഇടുക. ഇങ്ങനെ ഒരു 2 തവണ നമ്മൾ ഒന്ന് ജസ്റ്റ് ഫ്രീ ആയിട്ട് അടിച്ചിട്ട് എടുത്തു വെക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരുവിധം അതിൻ്റെ ഉള്ളിലെ അഴുക്കെല്ലാം പോകും. അതേപോലെ ഒരു 6 മാസത്തിലേക്ക് ഒരിക്കൽ ഇത് പറ്റുമെങ്കിൽ ഇതൊന്ന് ഒരു മെക്കാനിക്കിനെ കൊണ്ടോ ഇലക്ട്രിക്കൽ ആരെ കൊണ്ടോ അഴിച്ചിട്ട് ഇതിൻ്റെ ബ്ലേഡ് കാര്യങ്ങളൊക്കെ മാറ്റുക. അപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം കഴിയും. ഇത് മിക്സിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഇത് ഫുഡ് പോയ്സൺ പോലുള്ള പ്രശ്നങ്ങൾക്ക് വരാൻ ഏറ്റവും വലിയ കാരണമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ അഴുക്കൊക്കെ നമുക്ക് വയറ്റിലേക്കാണ് പോകുന്നത്. എന്തെങ്കിലും ബാക്ടീരിയ ഒക്കെ വളർന്നിട്ട് നമുക്ക് വയറ്റിലേക്ക് പോകാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ. എല്ലാ പ്രാവശ്യവും ഓരോ യൂസ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലോ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിൽ ശ്രദ്ധിക്കുക. ആദ്യത്തെ 2 നോക്കിയില്ലെങ്കിൽ തന്നെയും ജാറിൻ്റെ കാര്യം മറക്കാണ്ടിരിക്കുക. ഇതെന്തായാലും ശ്രദ്ധിക്കുക. ഇത് എല്ലാവരും വീട്ടിൽ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. വിചാരമല്ല, എല്ലാവർക്കും ഉപകാരപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ ഇതുവരെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതേപോലത്തെ അടിപൊളി വിഷയങ്ങളുമായിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് വീഡിയോയിലൂടെ കാണാം. അടുത്ത പ്രാവശ്യം കാണുന്നവരെ നന്ദി, നമസ്കാരം, ടാറ്റാ.